السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഇന്ന് നമുക്ക് ഫത്ഹുൽ ഖയ്യൂമിൽ അഖീദയിൽ എടുക്കാനുള്ളത് വതവ്വിലി സ്വബ്ര വസിദ് ഖറാമൻ അല്ലെങ്കിൽ വസിദ് ഇളറാമൻ ഫഹുവ സബീലു മല്ലി ഷൈഇൻ റാമ എന്നുള്ള വരിയാണ്. അപ്പോൾ ഒത്തവ്വിലി സ്വബ്ര, നീ ക്ഷമയെ നീട്ടിക്കൊണ്ടു പോവുക. തൂൽ എന്ന് പറഞ്ഞാൽ നീളം എന്നല്ലേ. അപ്പോൾ തോലാർണ നീളുക, തോലാർണ നീട്ടുക, തൊവ്വല എന്ന് പറഞ്ഞാലും നീട്ടുക. ഒത്തവ്വിൽ, നീ നീട്ടിക്കൊണ്ടു പോവുക, നീ നീട്ടുക. അസ്വബ്ര, ക്ഷമയെ നീ നീട്ടിക്കൊണ്ടു പോവണം. പഠിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ ക്ഷമ വേണം. അതുപോലെ തന്നെ പഠിക്കുന്ന അവസരത്തിൽ നീ ക്ഷമയെ നീട്ടിക്കൊണ്ടു പോവണം. വസിദ് എന്ന് മാത്രമല്ല, നീ അധികരിപ്പിക്കണം. ഇൾറാമൻ അല്ലെങ്കിൽ ഇഗ്റാമൻ രണ്ടും ഇവിടെ വരാറുണ്ട്. ഏതെങ്കിലും ഒന്നാണ് ശരിയാവുണ്ടാവും കേട്ടോ. അപ്പോൾ ഇഗ്റാമൻ അല്ലെങ്കിൽ ഇൾറാമൻ. വസിദ് ഇഗ്റാമൻ എന്നാണെങ്കിലോ വൈനായിട്ടാണെങ്കിൽ ഈ ഇഗ്റാമിൻ്റെ അർത്ഥം അതീവ താല്പര്യം എന്നാണ്. ഭയങ്കരമായ താല്പര്യം, അതാണ്. ആ അതീവ താല്പര്യത്തെ നീ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള താല്പര്യം ഇങ്ങനെ അധികരിപ്പിക്കുക എന്നർത്ഥം. വസിദ്, നീ അധികരിപ്പിക്കുക. ഇഗ്റാമൻ, അതീവമായി താല്പര്യപ്പെടലിനെ നീ അധികരിപ്പിക്കുക എന്ന് വെക്കുക. ഇനി അതല്ല ഇൾറാമൻ എന്നാണെങ്കിലോ വസിദ് ഇൾറാമൻ, നീ വിശപ്പിനെ അധികരിപ്പിക്കുക. അപ്പോൾ എന്താണ്, അമിതമായി ഭക്ഷണം കഴിക്കരുത്, വിശപ്പ് വേണം, എന്നാലേ പഠിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതിനായിട്ട് നല്ലത് വസിദ് ഇഗ്റാമൻ എന്നുള്ളതാണ് കേട്ടോ. നീ ഇൾറാമായാലും പ്രശ്നമില്ല, വിശപ്പിനെ നീ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വയറ് അധികരിച്ച് ഭക്ഷണം കഴിക്കരുത് എന്നാണ് കേട്ടോ. ഇനി ഏറ്റവും ഇതിനായിട്ട് നല്ലത് എന്താണ്, ഇഗ്റാമൻ എന്നുള്ള പദം തന്നെയാണ്. ഇഗ്റാം പറഞ്ഞാൽ അതീവ താല്പര്യത്തെ നീ അധികരിപ്പിക്കുക. ഫഹുവ, അതാണ്, ഈ അതീവ താല്പര്യമുണ്ടാവലാണ് സെബീലു, മാർഗം, മൻ, ഒരുത്തൻ്റെ മാർഗം, ലിഷൈഇൻ റാമ, ഒരു വസ്തുവിനെ അവൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വസ്തു നേടാൻ ഉദ്ദേശിച്ച ഒരുത്തൻ്റെ മാർഗം എന്താണ്, ആ കാര്യത്തിലേക്ക് അതീവ താല്പര്യമുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ഷമ അധികരിപ്പിക്കുക, അതീവ താല്പര്യത്തെ അധികരിപ്പിക്കുകയും ചെയ്യുക. ക്ഷമയെ നീട്ടിക്കൊണ്ടു പോവുകയും അതീവ താല്പര്യത്തെ അധികരിപ്പിക്കുകയും ചെയ്യുക. ഈ ഖറാം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ താല്പര്യം എന്നുട്ടോ. ടോട്ടലായിട്ട് പറയുമ്പോൾ പഠിക്കുന്ന സമയത്തെല്ലാം ക്ഷമയെ നീ നീട്ടിക്കൊണ്ടു പോവുക. ഇൽമ കൊണ്ട് അതീവ താല്പര്യമാവലും വിദ്യാർത്ഥിക്ക് അനിവാര്യമാണ്. കാരണം അവൻ്റെ ഒരു കരുത്തൻ്റെ ഉദ്ദേശം അവനക്ക് ചേരണമെന്നുണ്ടെങ്കിൽ അതീവ താല്പര്യം അത്യാവശ്യമാണെന്നൊക്കെ അതിൻ്റെ ആശയമായിട്ട് പറയാം. ഇതിന് മുമ്പ് പറഞ്ഞിരുന്നത് വസ്ബിർ അലാ മാ റാറത്തിദുല്ലി എന്നുള്ളത്. അപ്പോൾ അവിടേക്കാണ് അങ്ങനത്തെ ആ നിസാരത നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഇനി പറയുന്നത് പഠിക്കുന്ന അവസരത്തിൽ അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങളിലൊക്കെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. വതവ്വിലി സ്വബ്ര, ഈ ക്ഷമയെ അധികരിപ്പിക്കുക, അത് നീട്ടിക്കൊണ്ടു പോവുക. അവിടെ തൊവ്വിൽ സ്വബ്ര, തൊവ്വല എന്നുള്ളതിൻ്റെ അമ്രാണ് തൊവ്വിൽ. തൊവ്വല വിത്തവ്വിൽ തത്വീലൻ അങ്ങനെ വന്നിട്ട് അല്ലമ്രു മിന്നു തൊവ്വിൽ എന്നായിരിക്കും. ഓക്കെ. അസ്വബ്ര എന്നുള്ളത് ഈ തൊവ്വല എന്നുള്ളതിൻ്റെ മഫ്ഊലാണ്. ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്, അസ്വബറുൽ ആം, പൊതുവായിട്ട് ക്ഷമ എന്നർത്ഥം കേട്ടോ. ഇവിടെ വസ്ബിർ അറാമലാത്തതില്ല എന്ന് അവിടുന്ന് തുടങ്ങിയിട്ടുള്ള ആ ക്ഷമയെ പറ്റിയാണ് പറയുന്നത്. പിന്നെ പറയാണ് വസിദ് അമ്ര. ഇവിടെ അസീദ് എന്നുള്ളതും അമ്രാണ്. എന്തിൻ്റെ, സാദ് യസീദിൻ്റെ അമ്രാണ്. വസിദ്, നീ അധികരിപ്പിക്കുക. ഓക്കെ. വസിദ്, നീ അധികരിപ്പിക്കുക. ഇഗ്റാം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഉഗരിമ ബിഷൈഇ എന്നൊക്കെ പറയാറുണ്ട്. ഒരു വസ്തുവിൽ ഭയങ്കരമായ താല്പര്യം. പഴയ ആളുകളൊക്കെ അതിന് അർത്ഥം പറയാറുള്ളത് എന്താണ്, പൂണ്ട് പിടിക്കുക എന്നൊക്കെ പറയും. ഒരു വിഷയത്തിൽ പൂണ്ട് പിടിക്കുക എന്ന് പറയും. ഓക്കെ. എന്താ പറയുക, അതിൽ അമിതമായിട്ട് ഇങ്ങനെ ഉണ്ട് കൂടുക എന്നർത്ഥം. പൂണ്ട് പിടിക്കൽ എന്നാണ് പഴയൊരർത്ഥം പറയാറുള്ളത് കേട്ടോ. ഇഗ്റാം, ആ വിഷയത്തിൽ തന്നെ എന്താ മൂലികൻ എന്ന് പറയും. അതിലാണ്ട് മുഴുകിയിട്ടാണ്ട് ആ മുഴുകൽ എന്നർത്ഥം. ആ മുഴുകലിനെ അധിക താല്പര്യത്തെ നിങ്ങൾ അധികരിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഹുബ്ബൻ ഷദീദൻ എന്നൊക്കെ അർത്ഥം, ഭയങ്കരമായ സ്നേഹം. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് ഹിർസ് പറഞ്ഞാൽ ആ ഇൽമിനോടുള്ള ആ ഇൽമിനോടുള്ള
അത്രയുമുള്ള ആഗ്രഹം എന്നാണ്. ഈ ഇളറാമൻ എന്നുള്ളതുണ്ട്, പക്ഷേ ആ ഇളറാമൻ എന്ന് ചില ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് നുസ്ഖകളാണ് നമുക്ക് പ്രധാനമായും ഫത്തുൽ ഖയ്യിമിലുള്ളത്. അതിലൊന്നിലുള്ളത് ഇളറാമൻ എന്നുള്ളതാണ്. അപ്പോൾ ഇളറാമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശപ്പിനെ നീ അധികരിപ്പിക്കുക, എന്നാൽ അമിതമായി ഭക്ഷണം കഴിക്കാതെ നീ പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞ ഫഹുവ എന്ന് പറഞ്ഞാൽ തത്വീലു സബറും, അതുപോലെ ക്ഷമ അധികരിപ്പിക്കലും, അതുപോലെ തന്നെ അതീവ താല്പര്യം കാണിക്കുക എന്നുള്ളതുമാണ് സബീലു, ഒരു മാർഗം, മൻ ഒരുത്തൻ്റെ മാർഗം, ലിഷൈഇൻ റാം ഒരു കാര്യം ഉദ്ദേശിച്ച ഒരുത്തൻ്റെ മാർഗം. ഏതെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നേടണമെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല ക്ഷമ വേണ്ടി വരും, അതോടൊപ്പം തന്നെ അതിലേക്കുള്ള അതീവ താല്പര്യവും വേണ്ടി വരും. ഇവിടെ മൻ മൻ എന്നുള്ളതിൻ്റെ മൗസൂല സിലങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ മൻ ലി ഷൈഇൻ റാം ഒരു കാര്യം ഉദ്ദേശിച്ച ഒരുത്തനിൻ്റെ മാർഗമാണ് എന്നാണ് കേട്ടോ. ഇതിൽ പറഞ്ഞത് എന്താണ്? ഒരു വിദ്യാർത്ഥിക്ക് ഫലാബുദ്ധ നിർബന്ധമാണ്, പറബി പറയുമ്പോൾ ലി ത്വാലിബിൽ ഇൽമി ഒരു ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അനിവാര്യമാണ് എന്ത്? അസ്വബ്റ ത്വവീൽ നീണ്ട ക്ഷമ, അതോടൊപ്പം തന്നെ അൽ ഹിർസ ശദീദ് ബിൽ ഇൽമി ഇൽമിനോടുള്ള അമിതമായ താല്പര്യം. പിന്നെ പറയുന്നത് ഇതുകൊണ്ടാണ് ഫബിദാലിക യനാലുൽ മത്ലബ് ലെ ഇതുകൊണ്ടാണ് തേടുന്ന കാര്യങ്ങൾ ലഭിക്കുക, അതുപോലെ തന്നെ വയഫൂസ ബിൽ മറാം ലക്ഷ്യം കൊണ്ട് അവൻ വിജയിക്കുകയും ചെയ്യുക. ഇതുപോലെ കമാ എന്താ പറയുക, കമാ അന്നദാലിക സബീലു കുല്ലിമൻ അറാദ തഹ്സീൽ അയ്യിസിൻ അങ്ങനെയൊക്കെ പറയാം. ഏതായാലും എന്ത് കാര്യം നേടാൻ ഉദ്ദേശിച്ച ആളുകൾക്കുള്ള മാർഗം എന്താണ്? തത്വീൽ സബറും അതുപോലെ തന്നെ സിയാദത്തുൽ ഇഗ്റാമുമാണ്. ഇഗ്റാം എന്ന് പറഞ്ഞാൽ ഷദീദുൽ ഹുബ്ബ് എന്നൊക്കെ പറയാം, ഭയങ്കരമായ സ്നേഹം. ഓക്കെ, അപ്പോൾ ഭയങ്കരമായ താല്പര്യം, അർത്ഥം മനസ്സിലായല്ലോ. വതവ്വിൽ നീ നീട്ടിക്കൊണ്ടു പോവുക, അസ്വബ്രാനി ക്ഷമയെ, വസിദ് നീ അധികരിപ്പിക്കുക, ഇഗ്റാമൻ അതീവ താല്പര്യത്തെ നീ അധികരിപ്പിക്കുക. ഫഹുവ അതാണ്, അഥവാ അതീവ താല്പര്യത്തെ അധികരിപ്പിക്കലും ക്ഷമയെ നീട്ടിക്കൊണ്ടുപോകലുമാണ് സബീലൂമൻ ഒരുത്തൻ്റെ മാർഗം, ലിഷൈഇൻ റാമ ഒരു കാര്യം ഉദ്ദേശിച്ച ഒരുത്തൻ്റെ മാർഗം അതാണ്. അപ്പോൾ ഇത്ര രീതിയിൽ പദങ്ങളും കാര്യങ്ങളും നോക്കട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.